നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ നായികമാർക്ക് അധിക്ഷേപങ്ങൾ വളരെ കൂടുതലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു അന്ത്യമില്ലേ? ആർക്കും എന്തും വിളിച്ചു പറയാൻ രീതിയിൽ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമായി സോഷ്യൽ മീഡിയ മാറുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ, ഡിബേറ്റുകൾ, ചർച്ചകൾ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ രവീണ രവി എന്ന നടി, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് തൻ്റെ മൗനം വെടിഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. തന്നെയും തൻ്റെ കുടുംബത്തെയും കഴിഞ്ഞ 3 വർഷക്കാലമായി ദ്രോഹിക്കുകയും സൈബർ മീഡിയയിലൂടെ അധിക്ഷേപിക്കുകയും ചെയ്ത ഒരാളും അയാളുടെ ട്വിൻ ബ്രദറിനെയും ആണ് രവീണ രവി എക്സ്പോസ് ചെയ്യുന്നത് എന്നുള്ളത് വേണം എടുത്ത് പറയാൻ. തൻ്റെ സുഹൃത്തുക്കളെ, തൻ്റെ കുടുംബത്തെ തന്നെ സമൂഹ മാധ്യമങ്ങളൊട്ടാകെ തന്നെ വല്ലാത്ത രീതിയിൽ മോശം അഭിപ്രായങ്ങൾ, മോശം കമൻറ്റുകളൊക്കെ പറഞ്ഞുകൊണ്ട് അതീവ മോശമായി അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് വരെ ഈ 2 വ്യക്തികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നതും കൂടി പറയുന്നുണ്ട് രവീണ. 3 വർഷമാണ് തന്നെയും തൻ്റെ കുടുംബത്തെ ഇരുവരും ചേർന്ന് വേട്ടയാടിയതെന്നും കൂടി രവീണ പറയുന്നുണ്ട്. പല ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നായി പല ഭീഷണികൾ, അസഭ്യ വർഷങ്ങൾ, തെറിവിളികൾ എല്ലാം നിറച്ചു നിൽക്കുന്നതായിരുന്നു. ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ കമൻറ്റ് രൂപേണ, അല്ലെങ്കിൽ ഏതെങ്കിലും ടാഗ് രൂപേണ, പോസ്റ്റ് രൂപേണ, ഷെയർ രൂപേണ ഇങ്ങനെ നിരന്തരമായി നായികയ്ക്കും നായികയുടെ കുടുംബത്തിനും നേരെയും ഇതുപോലുള്ള അധിക്ഷേപങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് രവീണ പറയുന്നത്. രവീണയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: 3 years of bullying, I can't keep quiet anymore. I'll prioritize myself and my family എന്നാണ് രവീണ പറയുന്നത്. ഇനി ഞാൻ ഇത് മിണ്ടാണ്ടിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രവീണ ഇത് തുറന്നു പറയുന്നത്. നമുക്ക് രവീണയുടെ പോസ്റ്റിലേക്ക് തന്നെ നേരിട്ട് പോകാം. Public awareness, do not ignore. I am posting this to protect my family, friends and myself from a stalker who has been harassing us for 3 years. I have stayed quiet, hoping that police complaints and warnings would stop this. Unfortunately, a person named Shabarish and his twin brother continue to harass me, my family and my friends. They use disgusting language in messages and comments, targeting not just me but also those close to me. I'm deeply sorry to my friends and family who have had to deal with this because of me. We have tried the legal route but the harassment hasn't stopped. Apparently, he operates from multitudes of accounts and finds ways to stalk and harass not just me but various other women actors and practitioners, establishing made-up scenarios of having already met fixed marriage. It is time to address this publicly. I request you all to block and report his profile. Be alert if you receive any messages from him or his brother. Do not engage with their comments or messages എന്ന് പറഞ്ഞുകൊണ്ട് രവീണ ആക്ച്വലി കുറച്ചധികം ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. ഒന്നാമത്തെ ഈ അക്കൗണ്ടുകളിൽ നിന്നും വന്ന മെസ്സേജുകൾ, അതും വളരെ മോശമായ മെസ്സേജുകളൊക്കെ തന്നെയാണ് ഈ അക്കൗണ്ടുകളിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇതെല്ലാം ആണ് സ്ക്രീൻഷോട്ട്സ് സഹിതമാണ് രവീണ ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് വളരെയധികം ഷോക്കിംഗ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം ഇതുപോലെ എത്രയോ നായികമാർ, എത്രയോ സ്ത്രീകൾ ഇതുപോലെ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നുണ്ടെന്ന് അറിയാമോ? പ്രത്യേകിച്ച് സിനിമാ നായികമാരോ സെലിബ്രിറ്റീസോ ആരോ ആയിക്കോട്ടെ. പക്ഷേ പലതും കണ്ടില്ല എന്നടിക്കുകയാണ്, പലതും മിണ്ടാതിരിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് രവീണ ഇതുപോലെ ഫേസ് ചെയ്യേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ തന്നെയാണ് രവീണ ഇപ്പോൾ തുറന്നു പറയുന്നത്. ഇതുപോലെ എത്രയോ നായികമാർ ഇതുപോലെ സൈബർ ബുള്ളിങ്, ഇതുപോലെ അറ്റാക്ക് ചെയ്യും, ഇതുപോലെ വെറുതെ അനാവശ്യമായിട്ട് വെറുതെ ഒരു കാര്യമില്ലാതെ അധിക്ഷേപ കമൻറ്റുകൾ പോലും പോസ്റ്റ് ചെയ്യുകയും മെസ്സേജ് ചെയ്യുകയും ചെയ്യുന്നു. ഇതുപോലെ എത്രയോ പേര് ഇപ്പോഴും സൊസൈറ്റിയിലുണ്ട്. അവരെല്ലാം എക്സ്പോസ് ചെയ്യുന്ന രീതിയിലേക്ക് തന്നെയാണ് രവീണ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിലോളം ഈ പോസ്റ്റ് ഉൾപ്പെടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇത് സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലായി മാറുകയാണ്, ചർച്ച ചെയ്യപ്പെടുകയാണ്. കമൻറ്റ്സ് രൂപേണ മുഴുവൻ തന്നെ രവീണയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് രംഗത്തെത്തുന്നത്. ഇതിലൂടെ കടന്നു പോകേണ്ടി വന്നതിൽ ദുഃഖമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പലരും രവീണയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും സൈബർ ലോകവും സോഷ്യൽ മീഡിയയും സിനിമാ ലോകവും ഒട്ടാകെ തന്നെ രവീണയ്ക്കൊപ്പം തന്നെ നിൽക്കുന്ന കാഴ്ച തന്നെയാണ് ഇപ്പോൾ ഇത് കാണുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടും മനസ്സിലാക്കുന്നത്. തുടർന്ന് അങ്ങോട്ടുള്ള പ്രൊസീഡിങ്സ് എങ്ങനെയാണെന്നുള്ളത് അറിയേണ്ടിയിരിക്കുന്നു. ബട്ട് സൈബർ ബുള്ളിങ്ങിനെയും ഇതുപോലെ ഇരയാക്കപ്പെടുന്നവരും ഇതുപോലെ ശബ്ദിക്കാൻ തുടങ്ങുന്നു രവീണയെ പോലെ, അവർക്കൊരു ധൈര്യം പകരാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇക്കാര്യത്തിൽ എടുത്തു സൂചിപ്പിക്കേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.